നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. കുടുംബാംഗങ്ങളെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സെല്ലിൽ റിമാൻഡിലുള്ള അഫാൻ എന്തുകൊണ്ടാണ് കൊലപാതകങ്ങൾക്ക് ചുറ്റിക തിരഞ്ഞെടുത്തതെന്ന നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്ന് കേരള പോലീസ്. ഈ ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നത് അന്വേഷണ സംഘത്തെ ബാധിക്കുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചുറ്റിക തിരഞ്ഞെടുത്തതിനെ കുറിച്ച് അറിയാൻ സൈബർ പോലീസ് അഫാന്റെ ഫോണും ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ വിവരങ്ങളും പരിശോധിച്ചിരുന്നു. അതിനിടെ അഫാന്റെ രാത്രി സഞ്ചാരങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനിടെ വെഞ്ഞാറമൂട് പോലീസ് ആശുപത്രിയിലെത്തി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമൂട് പോലീസ് ഇൻസ്പെക്ടർ RP അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ എത്തിയ സംഘം അഫാനെ അറസ്റ്റ് ചെയ്തത്. അഫാന്റെ പിതൃമാതാവ് താഴെ പാങ്ങോട് മസ്ജിദിന് സമീപം താമസിക്കുന്ന സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് നേരത്തെ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. പുല്ലമ്പാറ SN പുരത്ത് അബ്ദുൾ ലത്തീഫ്, ഭാര്യ സജിത ബീവി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ അഫാന്റെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. ആശുപത്രി നിരീക്ഷണം കഴിഞ്ഞാലുടൻ അഫാനെ ജയിലിലേക്ക് മാറ്റും. തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് ആദ്യം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം എന്നാണ് പുതിയ വിവരം. ഇന്നോ നാളെയോ അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. അഫാൻ, മാതാവ് ഷമീന എന്നിവർ സംഭവം നടന്നതിന്റെ തലേന്ന് 50,000 രൂപ വായ്പ ലഭിക്കുന്നതിനു വേണ്ടി വിവിധ സ്ഥലങ്ങളിലുള്ളവരെ സന്ദർശിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു. ഇതിന്റെ ഭാഗമായാണ് ഇരുവരും തട്ടത്തുമലയിലെ ബന്ധുവീട്ടിലെത്തിയത്. തട്ടത്തുമലയിൽ താമസിക്കുന്ന ബന്ധുവിന്റെ ചെറുമകളുടെ കൈവശം സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നത് ലക്ഷ്യമിട്ടാണ് ഇരുവരും വായ്പ വാങ്ങാൻ എത്തിയതെന്നാണ് സംശയിക്കുന്നത്. എന്നാൽ സ്വർണമോ പണമോ ലഭിച്ചില്ല. മാതാവിനൊപ്പം തട്ടത്തുമലയിൽ എത്തിയ അഫാൻ വീട്ടുകാർ ക്ഷണിച്ചിട്ടും വീടിനുള്ളിലേക്ക് കയറിയില്ല. വായ്പ ലഭിക്കാതെ വന്നപ്പോൾ മാതാവ് പുറത്തെത്തി ഇരുവരും പെരുമലയിലേക്ക് തിരിക്കുകയായിരുന്നു. എന്നാൽ കൊലപാതകങ്ങൾ നടക്കുന്ന ദിവസം രാവിലെ വീണ്ടും ഷെമി പ്രതീക്ഷ കൈവിടാതെ വീണ്ടും തട്ടത്തുമലയിലെ ബന്ധുവിനെ വിളിച്ചു. അപ്പോഴും കൈവശം പണം ഇല്ലെന്ന മറുപടിയാണ് നൽകിയതെന്നും പോലീസിനോട് ബന്ധു പറഞ്ഞു. ഈ 50,000 രൂപ ആർക്ക് നൽകാൻ വേണ്ടിയാണ് മാതാവും മകനും ഓടി നടന്നതെന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു.